എല്ലാവർക്കും മീഡിയേറ്റീവ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നോട് പറയുന്നത് ബിറ്റ്കോയിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് ബിറ്റ്കോയിൻ എന്താണെന്ന് പറയുകയാണ് ഞാൻ ഈ വീഡിയോയിൽ. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു വിർച്വൽ കറൻസിയാണ്. അത് ഇൻ്റർനെറ്റിലൂടെ മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൻ്റർനെറ്റിൽ അടങ്ങിയിരിക്കുന്ന ഒരു കറൻസിയാണ്. ഏത് രാജ്യത്തിൽ നിന്നും നമുക്ക് ഈ കറൻസി ആക്സസ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മയും. അതുപോലെ തന്നെ നമുക്ക് ഇത് ഏത് കറൻസിയുമായിട്ട് വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് രാജ്യം വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനെക്കുറിച്ചുള്ള എന്താണ് ബിറ്റ്കോയിൻ? ലോകത്തിലെ ആദ്യത്തെ കേന്ദ്രീകരിക്കപ്പെടാത്ത ഡിജിറ്റൽ നാണയമാണ് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ ഇന്റർനെറ്റ് മാധ്യമത്തിലൂടെ മാത്രമാണ് അയക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കുകയുള്ളൂ. ബിറ്റ്കോയിന് ധാരാളം ഗുണങ്ങളുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ പണമിടപാട് നടത്താൻ ബാങ്കിനെയോ എക്സ്ചേഞ്ചിനെയോ ആശ്രയിക്കേണ്ടതില്ല. മറിച്ച് ബിറ്റ്കോയിൻസ് വഴി നേരിട്ട് പണം അയക്കാവുന്നതാണ്. ഇതിലൂടെ ബാങ്കുകളും എക്സ്ചേഞ്ചുകളും ഈടാക്കാറുള്ള ട്രാൻസാക്ഷൻ ഫീയിൽ നിന്നും ഒരു വലിയ ശതമാനം ഇല്ലാതാകും. ബിറ്റ്കോയിൻസ് എല്ലാ രാജ്യത്തും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ബിറ്റ്കോയിൻ അക്കൗണ്ട് ഫ്രീസ് ആകുവാനും സാധ്യതയില്ല. ഇതിൽ മുന്നുപാധികളോ അനിയന്ത്രിതമായ പരിമിതികളോ ഇല്ല. ഇനി നമുക്ക് ബിറ്റ്കോയിൻ്റെ പ്രവർത്തനം കാണാം. ബിറ്റ്കോയിൻ വാങ്ങുവാനും വിൽക്കുവാനും കഴിവുള്ള ധാരാളം എക്സ്ചേഞ്ചുകൾ ഇന്നുണ്ട്. ഡോളർ കൊണ്ടും യൂറോ കൊണ്ടും അതുപോലെ തന്നെ മറ്റേത് കറൻസി ഉപയോഗിച്ചുകൊണ്ടും ഇന്ന് ബിറ്റ്കോയിൻ വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കും. ഇങ്ങനെ വാങ്ങുന്ന ബിറ്റ്കോയിനുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഡിവൈസുകളിലോ ഉള്ള ഡിജിറ്റൽ വാലറ്റിൽ സൂക്ഷിക്കാവുന്നതാണ്. ബിറ്റ്കോയിൻ അയക്കുന്നത് ഒരു ഇമെയിൽ അയക്കുന്നത് പോലെ ലളിതമാണ്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ന് എന്തും തന്നെ വാങ്ങുവാനും സാധിക്കും. മൈനേഴ്സ് എന്നറിയപ്പെടുന്ന വ്യക്തികളാണ് ബിറ്റ്കോയിൻ ശൃംഖലയെ സുരക്ഷിതമാക്കുന്നത്. അപ്പം ബിറ്റ്കോയിനെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാനും. ഒരു ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞൊരു വിർച്വൽ കറൻസിയാണ്. ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. നമ്മൾ ഈ ബിറ്റ്കോയിൻ സൂക്ഷിച്ചു വെക്കുന്നത് വാലറ്റുകളിലാണ്. ഒരുപാട് കമ്പനികൾ ഈ ബിറ്റ്കോയിൻ വാലറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിറ്റ്കോയിൻ കണ്ടുപിടിച്ചത് സതോഷി നക്കോമോട്ടോ അങ്ങനെ പറയുന്ന ഒരാളാണ്. ബിറ്റ്കോയിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്ന് അതൊരു വലിയൊരു സംഭവമാക്കി മാറ്റിയെടുത്തത്. അതൊരു വലിയൊരു മാത്തമാറ്റിക് പ്രോബ്ലം കൊണ്ട് ഇത് സേവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഹാക്കേഴ്സിനൊന്നും അതങ്ങനെ ആക്സസ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ വളരെ സേഫാണ്. അങ്ങനെ മറ്റാർക്കും ബിറ്റ്കോയിൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. ടോട്ടൽ ഇന്ന് നിലവാരത്തിൽ 21 ബില്യണോളം ബിറ്റ്കോയിൻ നിലവിൽ ഉണ്ട്. ഓക്കെ, നമുക്ക് ബിറ്റ്കോയിന് എങ്ങനെ വേണമെങ്കിലും ബൈയും ചെയ്യാം. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ യൂണോകോയിൻ എന്ന് പറഞ്ഞൊരു വാളറ്റ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾക്ക് വേണമെങ്കിൽ പണം കൊടുത്ത് ഇന്ത്യൻ രൂപ കൊടുത്തിട്ട് നമുക്ക് ബിറ്റ്കോയിൻ വാങ്ങാം. അതല്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. പക്ഷേങ്കിൽ നമ്മൾ ഈ യൂണോകോയിൻ വാരിഫൈ ചെയ്യണം. ഇത് വാരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു പാൻ കാർഡാണ് മെയിനായിട്ട്. പിന്നെ ഏതെങ്കിലും ഒരു ആധാർ കാർഡോ വോട്ടർ ഐ ഡി കാർഡോ കൂടി വേണം. അപ്പോൾ അങ്ങനെ നമുക്കത് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇന്ന് ഇൻ്റർനാഷണൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ബിറ്റ്കോയിൻ കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. അതായത് ഐഫോൺ, അതുപോലെ ഫോൺ, ഷോപ്പിങ്ങുകളിലൊക്കെ ഈ ബിറ്റ്കോയിൻ ഉപയോഗിക്കാറുണ്ട്. ബിറ്റ്കോയിൻ കറൻസി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് അത് എത്തിയില്ല, അത്രത്തോളം എത്തിയില്ല ഇന്ത്യയിലേക്ക്. ഉടൻ അടുത്ത സമയത്ത് തന്നെ എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ബിറ്റ്കോയിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിക്കണം. ബിറ്റ്കോയിൻ എങ്ങനെ ബൈ ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെ വളരെ ഈസി ആയിട്ട് പാൻ കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങിക്കാം, അതല്ലെങ്കിൽ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതിനെക്കുറിച്ചും ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ എൻ്റെ പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടും. ഹൗ ടു ബൈ BTC എന്നൊരു അതിൻ്റെ ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ID നോ പ്രൂഫ് എന്ന് പറഞ്ഞൊരു ഇമേജാണ്. നിങ്ങൾക്ക് ആ വീഡിയോ ആണ് ഹൗ ടു ബൈ BTC വിത്ത് Indian rupee വിതൗട്ട് എനി വെരിഫിക്കേഷൻ. ആ ഒരു വീഡിയോ നിങ്ങൾ കാണുമോ. അതിലൂടെ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കും. വിൽക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്കിലേക്ക് അത് പണമാക്കി മാറ്റാം, ബാങ്കിലേക്ക് ട്രാൻസ്ഫറും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണമായിട്ട് പേടിഎമ്മിലേക്കോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാവുന്നതാണ് ആ പണം. നിലവിൽ യൂണോകോയിൻ ഉപയോഗിക്കുന്നവർക്ക് കുറഞ്ഞ രൂപയിൽ ഈ ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ ബാങ്കിലേക്ക് മാറ്റുവാനും സാധിക്കും. ഓക്കെ, ഈ ബിറ്റ്കോയിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും ഓരോ ദിവസം. കാരണം എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ ഉപയോഗിച്ച് നടത്തുന്ന ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ബിറ്റ്കോയിൻ്റെ റേറ്റ് മാറും. ചിലപ്പോൾ ഇന്ന് 80,000 ആണെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ 90,000 ആവാം, 1,00,000 ആവാം. അതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്കിനി ബിറ്റ്കോയിൻ വാലറ്റ് വളരെ എളുപ്പത്തിൽ എങ്ങനെ തുടങ്ങുമെന്ന് നോക്കാം. ബ്ലോക്ക് ചെയിൻ ആണ് മെയിനായിട്ടുള്ള ബിറ്റ്കോയിൻ്റെ വാലറ്റ്. നിങ്ങൾക്കിത് ക്രോമിൽ നിന്നും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ക്രോം ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ക്രോമിൽ കയറിയിട്ട് blockchain.info കയറിയിട്ട്
ചെയ്യാവുന്നതാണ്. യൂസർ ബ്രൗസർ ഉപയോഗിക്കേണ്ട, ക്രോം ഉപയോഗിച്ചാൽ മതി. അല്ലാത്തവർ PC ഉള്ളവരാണെങ്കിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഫയർഫോക്സ് ആവട്ടെ, ക്രോം ആവട്ടെ, എന്ത് വേണമെങ്കിലും ഏത് ബ്രൗസർ വേണമെങ്കിലും ഉപയോഗിച്ചാൽ മതി. ക്രിയേറ്റ് വാലറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID കൊടുക്കും. ഫസ്റ്റ് നമ്മൾ ഇമെയിൽ ID ആണ് സെറ്റ് ചെയ്യേണ്ടത്. വാലറ്റ് എന്നുള്ള ഓപ്ഷനിൽ കയറിയിട്ട് വേണം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുക്കുകയാണ്. അതിനുശേഷം പാസ്വേഡ്, ഒരു പാസ്വേഡ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ashik@10. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡ് ഒരു ഉദാഹരണം കിട്ടിയല്ലോ. പാസ്വേഡ് 2 തവണ ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എൻ്റെ ടേംസ് ആൻഡ് സർവീസ് ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇത് ഒരു വെരിഫിക്കേഷൻ മെയിൽ ഇതിനകത്ത് വരും. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ യൂസർ നെയിം എന്ന പേരിലൊരു ID ലഭ്യമായിട്ടുണ്ട്. ഈ ID സൂക്ഷിച്ച് വെക്കുക. നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ID ആവശ്യമാണ്. അത് എവിടെയും സേവ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇമെയിലിൽ തന്നെ ഈ ഒരു ID വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇൻബോക്സിൽ കയറി നോക്കാം നമുക്ക് ആ ഒരു ബ്ലോക്ക് ചെയിൻ്റെ. നിലവിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ ID ആവശ്യമാണ്. ഇത് രജിസ്റ്റർ ചെയ്യും അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു ID നിലവിൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയിൻ്റെ മെസ്സേജ് വരും. ഓക്കെ, നമുക്കിത് കൺഫേം ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ കൺഫേം ആവുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, കൺഫേം ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. പൂർണ്ണമായിട്ടും ഇമെയിലുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞിരിക്കും. ഇനി നമുക്ക് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് എൻ്റെ യൂസർ നെയിം അല്ലെങ്കിൽ യൂസർ ID. ഇത് ഞാൻ കാണിച്ചത് നമ്മുടെ ഈ ഇമെയിലിനകത്ത് തന്നെ ഉണ്ട്. ഇത് യുവർ വാലറ്റ് ID എന്നുള്ള ആ ഓപ്ഷൻ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിടുക. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ ആ വന്ന ഇമെയിൽ ഒന്ന് സ്റ്റാർ ചെയ്തിടുക. വെച്ചാൽ നമുക്ക് എപ്പോഴും ആ ഇമെയിൽ ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ID ആ ഇമെയിലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനെ കൊണ്ട് അത് നമുക്ക് ആ ഇമെയിൽ എപ്പോഴും ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് സേവ് ചെയ്തിടുക. നിങ്ങൾക്ക് അതല്ലെങ്കിൽ വ്യൂ ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് റിക്കവർ ചെയ്യാനാണ്. അതായത് നിങ്ങളുടെ ഇമെയിലിലേക്ക് ഈ വാലറ്റ് ID വരും. അത് ഉപയോഗിച്ച് പിന്നെയും കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ വാലറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ റെസീവ്, നമുക്ക് ഈ ബിറ്റ്കോയിനകത്ത് ഒരു അഡ്രസ്സ് ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ്സുണ്ട്. ബാങ്കിലൊക്കെ നമ്മുടെ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന പോലെ തന്നെ ബിറ്റ്കോയിന് അതിന് പറയുന്നത് വാലറ്റ് അഡ്രസ്സ് എന്നാണ്. ഓക്കെ, ഇത് ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലുള്ള അഡ്രസ്സാണ്. ഈ അഡ്രസ്സിലേക്കായിരിക്കും നമുക്ക് ആർക്കെങ്കിലും പണം സെൻഡ് ചെയ്ത് തരണമെങ്കിൽ ഈ അഡ്രസ്സ് അവർക്ക് കൊടുക്കണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ. അതുപോലെ ഈ അഡ്രസ്സ് അവർക്ക് കൊടുത്താൽ മാത്രമേ നമ്മളിലേക്ക് ആ ബിറ്റ്കോയിൻ എത്തുകയുള്ളൂ. അതുപോലെ സെൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും നമ്മൾ ബിറ്റ്കോയിൻ കൊടുക്കണമെങ്കിൽ അവരുടെ അഡ്രസ്സ് നമുക്ക് വേണം, വാലറ്റ് അഡ്രസ്സ്. നമുക്ക് ഇപ്പം അവരുടെ അക്കൗണ്ട് നമ്പർ ഇല്ലാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പണം അവരിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമുക്കൊരു വാലറ്റ് അഡ്രസ്സ് വേണം. ആ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ അഡ്രസ്സും ഈ വാലറ്റ് അഡ്രസ്സും നമ്മുടെ വാലറ്റ് ID തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബ്ലോക്ക് ചെയിനിലെ ഒരു ലോഗിൻ യൂസർ നെയിമാണ് നമ്മുടെ വാലറ്റ് ID. പല വാലറ്റുകളും വ്യത്യാസം. മിക്കവാറുള്ള വാലറ്റിലെല്ലാം ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എൻ്റെ കയ്യിലുള്ള ബിറ്റ്കോയിൻ്റെ എല്ലാ വീഡിയോസും വാലറ്റുകളിലൊക്കെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ ബിറ്റ്കോയിൻ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റിൽ സേവ് ആയിട്ടുണ്ട്. അത് നോക്കുവാണെങ്കിൽ ബിറ്റ്കോയിൻ വാങ്ങുന്നത് എങ്ങനെയാണ്, വിൽക്കുന്നത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.